Partnership dissolution. What do we mean by partnership? It is an agreement between two or more persons who pool their resources to do a lawful business and to share profits or losses if any. അപ്പോൾ പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് രണ്ടോ അതിലധികമോ ആളുകൾ അവർ വോളണ്ടറി ആയിട്ടൊരു എഗ്രിമെന്റ് ഉണ്ടാക്കിയാണ് ഏതെങ്കിലും ലോഫുൾ ആയിട്ടുള്ള ഏതെങ്കിലും ബിസിനസ് ചെയ്യുക, എന്നിട്ട് അതിൽ നിന്നുണ്ടാകുന്ന പ്രോഫിറ്റ് ലോസോ അവർ ഷെയർ ചെയ്യുക. Then today we are going to study partnership dissolution. The term dissolution stands for discontinuation. അപ്പോൾ ഡിസൊല്യൂഷൻ എന്ന് പറയുന്നത് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നു അല്ലെങ്കിൽ അവസാനിപ്പിക്കുമ്പോഴാണ് പറയുന്നത്. There are two types of dissolution: dissolution of partnership and dissolution of firm. Dissolution of partnership refers to the termination of an original partnership agreement among the partners. അപ്പോൾ പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ് ടെർമിനേറ്റ് ചെയ്യുന്നതിനെയാണ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ പ്രാവശ്യവും പുതിയ പാർട്ട്നേഴ്സിനെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ട്ണർ റിട്ടയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡെത്ത് ഉണ്ടായി കഴിഞ്ഞാലൊക്കെയും ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഉണ്ടാകുന്നു അഥവാ എഗ്രിമെന്റ് മാറ്റുന്നു. സോ there will not be any visible evidence of structural change in partnership. പ്രത്യേകിച്ച് പുറമേ കാണാവുന്ന മാറ്റമൊന്നും ആ പാർട്ട്ണർഷിപ്പിൽ ഉണ്ടാവില്ല. അവിടെ എഗ്രിമെന്റിൽ മാത്രമേ മാറ്റം ഉണ്ടാവുള്ളൂ. ഓൾഡ് പാർട്ട്നേഴ്സ് ചിലരെങ്കിലും അതിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവും. ദെൻ ഡിസൊല്യൂഷൻ ഓഫ് ഫേം എന്ന് പറഞ്ഞാലോ, ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ബിറ്റ്വീൻ ഓൾ പാർട്ട്നേഴ്സ് ഓഫ് എ ഫേം ഈസ് കോൾഡ് ദ ഡിസൊല്യൂഷൻ ഓഫ് ദ ഫേം. എല്ലാ പാർട്ട്നേഴ്സും ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് എഗ്രി ചെയ്യുമ്പോഴാണ് ഡിസൊല്യൂഷൻ ഓഫ് ദ ഫേം ആവുന്നത്. സോ ഡിസൊല്യൂഷൻ ഓഫ് ഫേം ലീഡ്സ് ടു ക്ലോഷർ ഓഫ് ദ ബിസിനസ്. അപ്പൊ ഡിസൊല്യൂഷൻ ഓഫ് ഫേം എന്ന് പറഞ്ഞാൽ ആ ബിസിനസിന്റെ ക്ലോഷർ ആണ് അല്ലെങ്കിൽ അത് അടച്ചുപൂട്ടലാണ്. സെറ്റിൽമെന്റ് ഓഫ് അക്കൗണ്ട്സ് ഓൺ ഡിസൊല്യൂഷൻ. അപ്പോൾ ഒരു ബിസിനസ് അടച്ചുപൂട്ടുകയാണ്, പാർട്ട്ണർഷിപ്പ് അടച്ചുപൂട്ടുകയാണ്, ആ ബിസിനസ് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നു. സോ ഇറ്റ് ഹാസ് ടു സെറ്റിൽ ഓൾ ഓഫ് ഇറ്റ്സ് അക്കൗണ്ട്സ്. ഫോർ ദിസ് പർപ്പസ് ഇറ്റ് ഹാസ് ടു ഡിസ്പോസ് ഓഫ് ഇറ്റ്സ് അസെറ്റ്സ്. എല്ലാ അസറ്റുകളും ഡിസ്പോസ് ചെയ്യണം, വിറ്റ് തീർക്കണം. ദെൻ പേ ഓഫ് ലയബിലിറ്റീസ്, എല്ലാ ലയബിലിറ്റീസും കൊടുക്കണം. ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് എനി അവൈലബിൾ ക്യാഷ് ബാലൻസ് ടു പാർട്ട്നേഴ്സ്. അതെല്ലാം കഴിഞ്ഞിട്ട് ബാക്കി എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ പാർട്ട്നേഴ്സ് ആണ് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് പാർട്ട്നേഴ്സിന് അത് കൊടുക്കണം. അപ്പൊ അത് ചെയ്യുന്ന ഒരു ഓർഡർ എങ്ങനെയാണ്? ഫസ്റ്റ് അത് ചെയ്യുന്നത് ലോസ് ടു ബി പെയ്ഡ് ഫസ്റ്റ് ഔട്ട് ഓഫ് പ്രോഫിറ്റ്. ഇനി ലോസ് ആണ് ബിസിനസ്സിലെങ്കിൽ മിക്കവാറും ഇങ്ങനെ ഫേമിന്റെ ഒരു ഡിസൊല്യൂഷൻ വരുന്നത് ബിസിനസ് ലോസിലൊക്കെ ആയി കഴിയുമ്പോഴാണ്. അപ്പൊ ലോസ് ആണെങ്കിൽ ആ ലോസ് ആദ്യം കൊടുക്കേണ്ടുന്നത് എന്തെങ്കിലും പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ആ പ്രോഫിറ്റിൽ നിന്ന് കൊടുക്കുക. നെക്സ്റ്റ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ, അടുത്തത് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റലിൽ നിന്ന് കൊടുക്കേണ്ടി വരും. ബിസിനസ്സിലെ പ്രോഫിറ്റിൽ നിന്ന് കൊടുക്കാൻ തികഞ്ഞില്ല എങ്കിൽ ക്യാപിറ്റലിൽ നിന്ന് കൊടുക്കണം. ആൻഡ് ലാസ്റ്റ്ലി ബൈ പാർട്ട്നേഴ്സ് ഇൻഡിവിജ്വലി ഇൻ ദ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അത് കഴിഞ്ഞിട്ടും തികഞ്ഞില്ല എങ്കിൽ പാർട്ട്നേഴ്സ് ഇൻഡിവിജ്വൽ ആയിട്ട് അവർ തന്നെ ഇങ്ങോട്ടേക്ക് ബിസിനസ്സിലേക്ക് പൈസ കൊണ്ടുവരണം, അല്ലെങ്കിൽ അവർ ആ ലോസ് കൊടുത്തു തീർക്കാനുള്ള പൈസ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ കൊണ്ടുവരണം. ദെൻ എമൗണ്ട്സ് റിയലൈസ്ഡ് ഫ്രം ദ അസെറ്റ്സ് ഷാൽ ബി അപ്ലൈഡ് ഇൻ ദ ഫോളോയിങ് ഓർഡർ. ഇനി അസറ്റുകളെല്ലാം ഡിസ്പോസ് ചെയ്യുന്നു, നമ്മൾ പറഞ്ഞു ഫേം ഡിസ്കണ്ടിന്യൂ ചെയ്യാണ്, അപ്പൊ എല്ലാ അസറ്റുകളും ഡിസ്പോസ് ചെയ്യുന്നു അല്ലെങ്കിൽ വിൽക്കുന്നു. അപ്പൊ അസറ്റ് വിൽക്കുമ്പോൾ നമ്മൾ ഏത് രീതിയിലാണ് അതിനെ യൂട്ടിലൈസ് ചെയ്യുന്നത്? ഫസ്റ്റ് പേയിങ് ദ എക്സ്പെൻസസ് ഓഫ് റിയലൈസേഷൻ. നമുക്ക് റിയലൈസേഷൻ എക്സ്പെൻസസ് അഥവാ അസറ്റ്സ് വിറ്റ് കിട്ടാനോ ഡെപ്സ് കളക്ട് ചെയ്യാനോ ഒക്കെ വരുന്ന എക്സ്പെൻസിന് വേണ്ടിയിട്ട് കൊടുക്കുന്നു. അതാണ് ഫസ്റ്റ്. സെക്കൻഡ്, പേയിങ് ദ ഡെറ്റ്സ് ഓഫ് ദ ഫേം ടു തേർഡ് പാർട്ടീസ്. രണ്ടാമത് തേർഡ് പാർട്ടീസിന് എന്തെല്ലാം ഡെപ്സ് ഉണ്ട്, അതായത് ക്രെഡിറ്റേഴ്സ്, ബാങ്ക്, അങ്ങനെ തേർഡ് പാർട്ടീസിന്. ഇതിൽ വരുന്നതാണ് പാർട്ട്നേഴ്സിന്റെ റിലേറ്റീവ്സ്, ചിലപ്പോൾ പാർട്ട്നേഴ്സിന്റെ സ്പൗസ് അല്ലെങ്കിൽ വൈഫിന്റെ ഒക്കെ ലോൺ ഉണ്ടാവും ബിസിനസ്സിലേക്ക്. ഇതൊക്കെ തേർഡ് പാർട്ടീസ് ആണ്. അപ്പൊ സെക്കൻഡ് പ്രിഫറൻസ് ഗോസ് ടു തേർഡ് പാർട്ടീസ്. ബിസിനസ്സിന് പുറമേയുള്ള ആരൊക്കെ ബിസിനസ്സിലേക്ക് പൈസ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടോ അവർക്കെല്ലാം കൊടുക്കണം. ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോൺ ഒക്കെ കൊടുക്കണം. അതാണ് സെക്കൻഡ് പ്രിഫറൻസ്. തേർഡ്, റീപേയ്മെന്റ് ഓഫ് ലോൺസ് ഫ്രം പാർട്ട്നേഴ്സ്. അടുത്ത പ്രിഫറൻസ്, പാർട്ട്നേഴ്സ് ബിസിനസ്സിലേക്ക് ലോൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോണ് റീപേ ചെയ്യുക. നെക്സ്റ്റ്, റീപേയ്മെന്റ് ഓഫ് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ബൈ പാർട്ട്നേഴ്സ്. അടുത്ത പ്രിഫറൻസ്, പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ കൊടുക്കാനുള്ളത് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ ക്യാപിറ്റൽ മുഴുവൻ തിരിച്ചു കൊടുക്കുക. Then any surplus left is distributed among the partners in the ratio at which they shared their profits. ഇനി അത് കൊടുത്തു കഴിഞ്ഞിട്ടും അവരുടെ ക്യാപിറ്റൽ തിരിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടും വീണ്ടും സർപ്ലസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ അവർക്ക് വീതിച്ചു കൊടുക്കുന്നു. ഇങ്ങനെയാണ് അക്കൗണ്ട്സ് ഡിസൊല്യൂഷന്റെ സമയത്ത് സെറ്റിൽ ചെയ്യുന്നത്. Then accounting treatment on dissolution of firm. നമ്മളിപ്പോൾ പറഞ്ഞു അക്കൗണ്ട്സ് സെറ്റിൽ ചെയ്യണം.
അപ്പൊ നമ്മൾ എല്ലാ ബുക്സ് ഓഫ് അക്കൗണ്ട്സും ക്ലോസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ടുകളാണ് ഫസ്റ്റ് വൺ റിയലൈസേഷൻ അക്കൗണ്ട്, ദെൻ പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് കറന്റ് അക്കൗണ്ട്, ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. ഇങ്ങനെ 4 അക്കൗണ്ടുകളാണ് നമ്മൾ ആ സമയത്ത് ഓപ്പൺ ചെയ്യുന്നത്. റിയലൈസേഷൻ അക്കൗണ്ട്, it's a nominal account which is prepared to find out the profit or loss at the time of realization of assets and payment of liabilities. അപ്പോൾ അസറ്റ്സ് വിൽക്കുന്നു, അതുപോലെ തന്നെ ലയബിലിറ്റീസ് കൊടുത്തു തീർക്കുകയും ചെയ്യുന്ന സമയത്ത് എത്ര പ്രോഫിറ്റ് ഉണ്ടായി അല്ലെങ്കിൽ എത്ര ലോസ് ഉണ്ടായി എന്നറിയുന്നതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു നോമിനൽ അക്കൗണ്ട് ആണ് റിയലൈസേഷൻ അക്കൗണ്ട്. The profit or loss shown by realization account is transferred to capital accounts of partners in their profit sharing ratio. അപ്പോൾ അതിൽ പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും പാർട്ട്നേഴ്സിന്, അതായത് അക്കൗണ്ടിന്റെ ബാലൻസ്, റിയലൈസേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അസറ്റ് വിറ്റ് കിട്ടിയതും ആ അസറ്റിൽ നിന്നും എന്തെല്ലാം കിട്ടിയെന്നുള്ളത് റെക്കോർഡ് ചെയ്തിരിക്കുന്നു, അതുപോലെ ലയബിലിറ്റീസ് പേ ഓഫ് ചെയ്തതും റെക്കോർഡ് ചെയ്യുന്നു. എന്നിട്ട് എത്രയാണോ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് അത് പാർട്ട്നേഴ്സിന് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ വീതിച്ചു കൊടുക്കുന്നു. നെക്സ്റ്റ് പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട്. പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട്, if any partner is given loan to the firm, then it should not be transferred to realization account. ഒരു പാർട്ട്ണർ ബിസിനസ്സിലേക്ക് ലോൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യരുത്. ഒരു സെപ്പറേറ്റ് ലോൺ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് പാർട്ട്ണർ വിൽ ബി പെയ്ഡ് ഓഫ്. ആ എമൗണ്ട് പേ ചെയ്യുന്നു. ജേണൽ എൻട്രി പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ്. Then next partners capital account. Next partners capital accounts are opened. ഇതിൽ നമ്മൾ ചെയ്യുന്നത് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സോ അല്ലെങ്കിൽ അക്യുമുലേറ്റഡ് ലോസസ് ഉണ്ടെങ്കിൽ അതെല്ലാം അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് എന്ന് പറയുന്നത് റിസർവുകളോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പ്രോഫിറ്റ് ആണെങ്കിൽ അവർക്ക് ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കുന്നു, ലോസ് ആണെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. Then അതിന്റെ ബാലൻസ് എന്ന് പറയുന്നത് if capital account shows a debit balance, then he is required to bring cash. ഡെബിറ്റ് ബാലൻസ് ആണ് കിട്ടുന്നതെങ്കിൽ ആ പാർട്ട്ണർ ബിസിനസ്സിലേക്ക് ഇങ്ങോട്ടേക്ക് ക്യാഷ് കൊണ്ടുവരണം. Then if the capital account of a partner shows a credit balance, then he is to be paid off. ഒരു പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ ആ പാർട്ട്ണർക്ക് അങ്ങോട്ടേക്ക് കൊടുക്കണം, ക്യാഷ് കൊടുക്കണം. And last one is cash account or bank account. Then cash account starts with opening balance. നമുക്ക് ബാലൻസ് ഷീറ്റിൽ ക്യാഷിന്റെ എത്രയാണ് ബാലൻസ് ഉള്ളതെന്ന് തന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ക്യാഷ് ബാലൻസ് വെച്ചിട്ടാണ് നമ്മൾ ക്യാഷ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. Then incorporate all the transactions, cash transactions in the realization account. നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിൽ ഇപ്പോൾ ക്യാഷ് ട്രാൻസാക്ഷൻസ്, അതായത് അസറ്റ്സ് വിറ്റ് കിട്ടി, ലയബിലിറ്റീസ് പേ ഓഫ് ചെയ്തു, റിയലൈസേഷൻ എക്സ്പെൻസ് കൊടുത്തു, അങ്ങനെയുള്ള ക്യാഷ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്ത് കഴിയുമ്പോൾ then the account must be equal to the amount due to or due from partners. ആ അക്കൗണ്ടിന്റെ അവസാനം വരുന്നത് പാർട്ട്നേഴ്സിന് എല്ലാ ട്രാൻസാക്ഷൻസും ക്യാഷ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസും ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അക്കൗണ്ടിന്റെ ബാലൻസ് എന്ന് പറയുന്നത് എത്ര എമൗണ്ട് ആണോ പാർട്ട്നേഴ്സിന് ഡ്യൂ ആയിട്ടുള്ളത് അല്ലെങ്കിൽ പാർട്ട്നേഴ്സിൽ നിന്നും ഇങ്ങോട്ടേക്ക് കിട്ടാനുള്ളത് അതിന്റെ ഈക്വലന്റ് ആയിരിക്കും. അപ്പൊ അത് പേ ചെയ്ത് കഴിയുമ്പോൾ all the accounts in the books of the firm are closed. എല്ലാ അക്കൗണ്ടുകളും, നമ്മൾ ഈ പറഞ്ഞ എല്ലാ അക്കൗണ്ടുകളും, ആ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എല്ലാം ക്ലോസ് ആയി. ഇനി നമുക്ക് ജേണൽ എൻട്രീസ് നോക്കാം. ഫസ്റ്റ് റിയലൈസേഷന്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞു 4 അക്കൗണ്ടുകളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു. അപ്പൊ റിയലൈസേഷൻ അക്കൗണ്ടിൽ ആദ്യം ചെയ്യുന്നത് നമ്മൾ എല്ലാ അസറ്റ് അക്കൗണ്ടുകളും ക്ലോസ് ചെയ്യണം. നമ്മൾ ഇതുവരെ ബാലൻസ് ഷീറ്റിൽ എഴുതുന്നത് വരെ അസറ്റിന്റെ ബാലൻസ് എടുത്തിട്ടാണ് എഴുതിയത്. ഇനി അങ്ങോട്ടേക്ക് ഇങ്ങനെ ഒരു ഫേം നിലനിൽക്കുന്നില്ല. അപ്പൊ അസറ്റ് അക്കൗണ്ടുകൾ ആദ്യം ക്ലോസ് ചെയ്യണം, ലയബിലിറ്റി അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യണം. അതിനുശേഷം അക്കൗണ്ട് ക്ലോസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അസറ്റ് വിൽക്കുന്നതും ലയബിലിറ്റീസ് പേ ഓഫ് ചെയ്യുന്നതും. അപ്പൊ ആദ്യം ഫോർ ക്ലോസിംഗ് ദ അക്കൗണ്ട്സ് ഓഫ് അസറ്റ്സ്, എല്ലാ അസറ്റ് അക്കൗണ്ടുകളും ക്ലോസ് ചെയ്യണം, എക്സ്ക്ലൂഡിംഗ് ക്യാഷ്, ബാങ്ക് ആൻഡ് ഫിക്ടീഷ്യസ് അസറ്റ്. ക്യാഷ്, ബാങ്ക്, ഫിക്ടീഷ്യസ് അസറ്റ് ഇതൊന്നും നമ്മൾ റെക്കോർഡ് ചെയ്യാറില്ല അല്ലെങ്കിൽ ക്ലോസ് ചെയ്യാറില്ല. കാരണം ക്യാഷ് നമ്മൾ റിയലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ക്യാഷ് കാണിക്കാത്തത്. അപ്പോൾ അസറ്റ് അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് മാറ്റുന്നു. ജേണൽ എൻട്രി റിയലൈസേഷൻ അക്കൗണ്ട് ലെറ്റർ ടു അസറ്റ്സ്. ഓരോ അസറ്റും നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് എഴുതണം. ഏതൊക്കെ അസറ്റ്സ് ഉണ്ട് എന്നുള്ളത്, ഇപ്പോൾ ഡെപ്റ്റേഴ്സ്, ബിൽസ് റിസീവബിൾ, എന്തെല്ലാം അസറ്റ്സ് ഉണ്ടോ അസറ്റ്സ് എല്ലാം നമ്മൾ കാണിക്കണം. ദെൻ അതുപോലെ തന്നെ നമ്മൾ ലയബിലിറ്റി അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യുന്നു.
അപ്പോൾ ജേണൽ എൻട്രി എക്സ്റ്റേണൽ ലയബിലിറ്റീസ് അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ. അപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ടിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. എല്ലാ ലയബിലിറ്റീസും നമ്മൾ എഴുതണം. എന്തെല്ലാം ലയബിലിറ്റീസ് നമ്മുടെ ബാലൻസ് ഷീറ്റിലുണ്ടോ ആ ലയബിലിറ്റീസ് എല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്യണം. Then for transferring provisions if any relating to an asset. അപ്പോൾ ഒരു അസറ്റ് തന്നിട്ടുണ്ട്, ഫോർ എക്സാമ്പിൾ ഡെപ്റ്റേഴ്സ് തന്നിട്ടുണ്ട്, ഡെപ്റ്റേഴ്സിന്റെ പ്രൊവിഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൊവിഷൻ ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ഡെപ്റ്റേഴ്സ് കാണിക്കേണ്ടുന്നത് അതിന്റെ ഗ്രോസ് ഫിഗറിലാണ്. നമ്മളിവിടെ അസറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ കാണിക്കണം എന്ന് പറഞ്ഞു, ഡെപ്റ്റേഴ്സ് കാണിക്കണം എന്ന് പറഞ്ഞു. ഡെപ്റ്റേഴ്സ് അതിന്റെ ഗ്രോസ് ഫിഗറിൽ തന്നെ കാണിക്കണം. പ്രൊവിഷൻ ലെസ് ചെയ്തിട്ടുള്ള എമൗണ്ട് അല്ല കാണിക്കേണ്ടുന്നത്, അതിന്റെ ഗ്രോസ് ഫിഗർ ഫുൾ എമൗണ്ടിൽ കാണിക്കണം. അപ്പോൾ ഉടനെ തന്നെ പ്രൊവിഷൻ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ ജേണൽ എൻട്രി പ്രൊവിഷൻ അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ അക്കൗണ്ട്. അപ്പോൾ ഏതെങ്കിലും ലയബിലിറ്റി ആയി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രൊവിഷൻ എന്നുണ്ടെങ്കിൽ അതും നമ്മൾ ഉടനെ തന്നെ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യുന്നു. ലയബിലിറ്റി അക്കൗണ്ട് നമ്മൾ ക്ലോസ് ചെയ്തത് ക്രെഡിറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ ലയബിലിറ്റിയുടെ പ്രൊവിഷനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. അപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പ്രൊവിഷൻ അക്കൗണ്ട്, അതായത് ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ്, പ്രൊവിഷൻ ഫോർ ബിൽസ് പേയബിൾ, അങ്ങനെയുള്ള പ്രൊവിഷൻസ്. ഇനി അടുത്ത പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ അസറ്റ് അക്കൗണ്ടുകളും ലയബിലിറ്റി അക്കൗണ്ടുകളും ക്ലോസ്ഡ് ആയി. അടുത്തത് നമ്മൾ അസറ്റുകൾ വിൽക്കുന്നു. അപ്പോൾ അസറ്റ് വിറ്റ് നമുക്ക് ക്യാഷ് കിട്ടുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ. ദെൻ അതിന് പകരം ഏതെങ്കിലും അസറ്റ്സ് ചിലപ്പോൾ ഏതെങ്കിലും പാർട്ട്ണർ എടുക്കും. പാർട്ട്നേഴ്സിന് ഓൾറെഡി ക്യാപിറ്റലിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ളതാണല്ലോ. അപ്പോൾ പാർട്ട്നേഴ്സ് ഏതെങ്കിലും അസറ്റ് എടുക്കുകയാണെങ്കിൽ അപ്പോൾ ജേണൽ എൻട്രി ഇവിടെ ക്യാഷ് എന്നുള്ളതിന് പകരം പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ. Then next for payment of external liabilities. ഇപ്പൊ അസറ്റ് ഒക്കെ വിറ്റ് കിട്ടി. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞു അസറ്റ് വിറ്റ് കിട്ടിയാൽ ഏറ്റവും ആദ്യം നമ്മൾ എക്സ്റ്റേണൽ ലയബിലിറ്റീസ് കൊടുക്കുന്നു. അപ്പോൾ എക്സ്റ്റേണൽ ലയബിലിറ്റീസ് കൊടുക്കുമ്പോൾ ജേണൽ എൻട്രി റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. Then if a partner agrees to discharge a liability, ഇപ്പൊ ഏതെങ്കിലും ഒരു ലയബിലിറ്റി പാർട്ട്ണർ തന്നെ കൊടുത്തോളാം എന്ന് പറഞ്ഞു, അങ്ങനെയെങ്കിൽ ജേണൽ എൻട്രി റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. അവിടെ ക്യാഷിന് പകരം പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. Then next, if realization expenses paid in cash, realization expense cash ആയിട്ടാണ് കൊടുത്തതെങ്കിൽ ജേണൽ എൻട്രി റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ഇനി ആ റിയലൈസേഷൻ അക്കൗണ്ട് ഏതെങ്കിലും പാർട്ട്ണർ ആണ് കൊടുക്കുന്നതെങ്കിൽ റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. Then for the amount realized from unrecorded or new asset, ഇനി നമുക്ക് ബാലൻസ് ഷീറ്റിൽ തന്നിട്ടില്ല ഏതെങ്കിലും അസറ്റ്, ഈ ഡിസൊല്യൂഷൻ പ്രോസസ്സിന്റെ സമയത്താണ് ഏതെങ്കിലും അൺറെക്കോർഡഡ് അസറ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് തരുന്നതെങ്കിൽ ആ അസറ്റ് വിറ്റിട്ട് എന്തെങ്കിലും നമുക്ക് കിട്ടി റിയലൈസ് ചെയ്തുവെങ്കിൽ സെയിം തന്നെയാണ്, നമുക്ക് സാധാരണ അസറ്റ് റിയലൈസ് ചെയ്യുന്നത് പോലെ തന്നെ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ. Then if any unrecorded asset is taken over by a partner, ആ അൺറെക്കോർഡഡ് അസറ്റ്, അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു ബിസിനസ്സിൽ, ആ ഇൻവെസ്റ്റ്മെന്റ് നേരത്തെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അങ്ങനെയുള്ള കേസാണ് ഈ പറയുന്നത്. അപ്പൊ ആ ഇൻവെസ്റ്റ്മെന്റ് വിറ്റ് ഇൻവെസ്റ്റ്മെന്റിന്റെ എമൗണ്ട് നമുക്ക് കിട്ടി, അപ്പൊ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ റിയലൈസേഷൻ. ഇനി ആ എമൗണ്ട് പാർട്ട്ണർ ആണ് എടുക്കുന്നതെങ്കിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ. Then any unrecorded new liability is paid. ഇതുപോലെ തന്നെ അൺറെക്കോർഡഡ് ലയബിലിറ്റി ഉണ്ടെങ്കിൽ അത് കൊടുക്കണം. ചിലപ്പോൾ ചില ക്രെഡിറ്റേഴ്സിന് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവില്ല, അങ്ങനെയുള്ള അൺറെക്കോർഡഡ് ഐറ്റംസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കണം. അപ്പോൾ ജേണൽ എൻട്രി റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. അപ്പോൾ അൺറെക്കോർഡഡ് ലയബിലിറ്റി പാർട്ട്ണർ ആണ് കൊടുക്കുന്നതെങ്കിൽ റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. ഇനി ഇതോടെ റിയലൈസേഷൻ അക്കൗണ്ടിൽ വരുന്ന എല്ലാ ഐറ്റംസും കഴിഞ്ഞു. ഇനി നമ്മൾ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നു. പ്രോഫിറ്റ് ആണെങ്കിൽ റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ, അത് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ വീതിച്ചു കൊടുക്കുന്നു. ലോസ് ആണെങ്കിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ. ഇവിടെ നമ്മൾ കുറച്ച് പോയിന്റ്സ് നോട്ട് ചെയ്യണം. ഞാൻ ഫസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു assets against which provisions have been created should be transferred to realization account at their gross figures and not at their net figures. ഞാനിപ്പോൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു നമ്മൾ അസറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഡെപ്റ്റേഴ്സ് അങ്ങനെയുള്ള അസറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ, അതായത് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അസറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിന്റെ ഗ്രോസ് ഫിഗറിൽ അല്ലെങ്കിൽ ഫുൾ എമൗണ്ടിലാണ് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അത് കണ്ടു, ഇവിടെ ഫുൾ എമൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യുക, അതിനുശേഷം അതിന്റെ പ്രൊവിഷനും ട്രാൻസ്ഫർ ചെയ്യുന്നു. നേരെ ഓപ്പോസിറ്റ് സൈഡിൽ പ്രൊവിഷനും ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ ഒരിക്കലും അത് നെറ്റ് ഫിഗറിൽ അഥവാ പ്രൊവിഷൻ ലെസ് ചെയ്ത എമൗണ്ട് അല്ല നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ലയബിലിറ്റി അങ്ങനെ തന്നെ, പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലയബിലിറ്റീസ്, ഫോർ എക്സാമ്പിൾ പ്രൊവിഷൻ ക്രെഡിറ്റേഴ്സ് അങ്ങനെയുള്ള ഐറ്റംസ്, അങ്ങനെ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്ത ലയബിലിറ്റീസും അതിന്റെ ഗ്രോസ് ഫിഗറിൽ അല്ലെങ്കിൽ ഫുൾ എമൗണ്ടിലാണ് നമ്മൾ കാണിക്കേണ്ടുന്നത്. പ്രൊവിഷൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് കാണിച്ചാൽ മതി. Then on dissolution, cash balance is not transferred to realization account as they need not be realized.
ക്യാഷ് ബാലൻസ് നമ്മൾ കാണിക്കാറില്ല, കാരണം ക്യാഷ് റിയലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ ഗുഡ്വിൽ ഈസ് ഓൾസോ ട്രീറ്റഡ് ലൈക്ക് അതർ അസെറ്റ്സ്. ഇപ്പൊ ബാക്കിയുള്ള അസെറ്റ്സ് പോലെ തന്നെയാണ് നമ്മൾ ഗുഡ്വില്ലിനെ ട്രീറ്റ് ചെയ്യുക. അപ്പൊ ഗുഡ്വിൽ അൺറെക്കോർഡഡ് ആണെങ്കിലും ഇതേപോലെ തന്നെ ഗുഡ്വിൽ നമുക്ക് വിറ്റ് കിട്ടിയാൽ നമ്മൾ അത് റെക്കോർഡ് ചെയ്യുന്നു. ബാക്കി സിമിലർ അസെറ്റ്സ് പോലെ തന്നെ നമ്മൾ ഗുഡ്വില്ലിനെയും റെക്കോർഡ് ചെയ്യുന്നു. ഇനി അടുത്ത ചില ഐറ്റംസ്: ജോയിന്റ് ലൈഫ് പോളിസി റിസർവ്, ഇൻവെസ്റ്റ്മെന്റ് ഫ്ലക്ച്വേഷൻ ഫണ്ട്, കണ്ടിൻജൻസി റിസർവ്, ആക്സിഡന്റ് കോമ്പൻസേഷൻ ഫണ്ട്. ദീസ് ആർ ഇൻ ദ ഫോം ഓഫ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്. ഇതൊക്കെയും അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് ആണ്, അഥവാ പല വർഷങ്ങളിലെ പ്രോഫിറ്റ്സിൽ നിന്നും മാറ്റി വെച്ചിട്ടുള്ളതാണ്. ബട്ട് ദീസ് കനോട്ട് ബി ട്രീറ്റഡ് ഓൾവേസ് ആസ് പ്യുവർ പ്രോഫിറ്റ്സ്, as certain losses and liabilities are often attached to these items. അപ്പൊ ഇതിന് പക്ഷേ പ്യുവർ പ്രോഫിറ്റ് ആയിട്ട് കണക്കൂട്ടാൻ പറ്റില്ല, ബിക്കോസ് ചില certain losses and liabilities are often attached to it. ചില സമയങ്ങളിൽ ചില ലോസസ് അല്ലെങ്കിൽ ലയബിലിറ്റീസ് ഇതിനോട് അറ്റാച്ച് ചെയ്തിരിക്കും. ഇപ്പോൾ ജനറൽ റിസർവ് എന്ന് പറഞ്ഞാൽ അത് പ്യുവർലി അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആണ്. അതായത് ഈ ഇതുപോലെയുള്ള ഫണ്ടുകൾ എന്ന് പറയുന്നത് ചിലപ്പോൾ അതുമോ ഏതെങ്കിലും ലയബിലിറ്റീസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ അത് രണ്ട് തരത്തിൽ ട്രീറ്റ് ചെയ്യാം. നമ്മൾ എപ്പോഴും ഒരു റൂളല്ല, ഒന്നുകിൽ നമുക്ക് റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് മാറ്റാം. അപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ടിലേക്കാണ് മാറ്റുന്നതെങ്കിൽ നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ജോയിന്റ് ലൈഫ് പോളിസി റിസർവ് അക്കൗണ്ട് അറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഫ്ലക്ച്വേഷൻ ഫണ്ട് അക്കൗണ്ട് അറ്റ് ടു റിയലൈസേഷൻ. അല്ല, പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലാണെങ്കിൽ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. ഇങ്ങനെയാണ് അത് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ദെൻ ഇതിൽ ഏതെങ്കിലും ലോസ് വന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഈ ഫണ്ടുകളിൽ ഏതെങ്കിലും ലയബിലിറ്റി അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഓൾറെഡി അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആണ്. അപ്പൊ ആ ലോസിനെ ഡെബിറ്റ് ചെയ്യുന്നു, ആ അക്കൗണ്ടിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. എന്നിട്ട് ആ ബാലൻസ് ആണ് നമ്മൾ ഈ അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇനി അടുത്ത ജേണൽ എൻട്രി, പാർട്ട്നേഴ്സിന്റെ ലോൺ കൊടുക്കുമ്പോൾ ജേണൽ എൻട്രി പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് ടു ക്യാഷ്. ദെൻ എനി ലോൺ ഇഫ് എനി റീപെയ്ഡ് ബൈ പാർട്ട്ണർ ഏതെങ്കിലും ലോൺ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട്. ഫോർ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് ആൻഡ് റിസർവ് ട്രാൻസ്ഫർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്സ്. അപ്പൊ നമ്മൾ പറഞ്ഞു അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് ഉണ്ടെങ്കിൽ റിസർവോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടോ ഒക്കെ ഉണ്ടെങ്കിൽ, അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് ആണെങ്കിൽ അത് പാർട്ട്നേഴ്സിന് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ നമ്മൾ വീതിച്ചു കൊടുക്കുന്നു. അപ്പൊ അത് അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് മാറ്റുന്നു. അപ്പോൾ ജേണൽ എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റ് റിസർവ് ഫണ്ട് അക്കൗണ്ട് അറ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ഇത് പ്യുവർ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് ആണ്. അപ്പൊ അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ നമ്മൾ വീതിച്ചു കൊടുക്കുന്നു. ദെൻ ഡ്രോയിങ്സ് ടു ബി ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ടു ഡ്രോയിങ്സ് അക്കൗണ്ട്. Then for transferring credit balance in current account of partners. ഇനി പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് രണ്ട് തരത്തിലുണ്ട്, ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റലും ഉണ്ട്, ഫിക്സഡ് ക്യാപിറ്റലും ഉണ്ട്. ഫിക്സഡ് ക്യാപിറ്റലിന്റെ പ്രത്യേകത ക്യാപിറ്റൽ ബാലൻസിൽ മാറ്റം വരില്ല. അപ്പൊ അവിടെ നമ്മൾ ഒരു ക്യാപിറ്റൽ അക്കൗണ്ടും ഒരു കറണ്ട് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യും. അഡ്ജസ്റ്റ്മെന്റ്സ് അഥവാ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഡ്രോയിങ്സ്, ഇങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ എല്ലാം ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഒക്കെ ചെയ്യുന്നത് കറണ്ട് അക്കൗണ്ടിലാണ് ചെയ്യുക. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഒരു അഡ്ജസ്റ്റ്മെന്റും ചെയ്യില്ല. ദെൻ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ തന്നെയാണ് എല്ലാ അഡ്ജസ്റ്റ്മെന്റ്സും ചെയ്യുക. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്, സാലറി, കമ്മീഷൻ, ഇങ്ങനെയുള്ള എല്ലാ അഡ്ജസ്റ്റ്മെന്റ്സും ക്യാപിറ്റൽ അക്കൗണ്ടിൽ തന്നെ ചെയ്യും. അതുകൊണ്ടാണ് അത് ഫ്ലക്ച്വേറ്റിംഗ് എന്ന് പറയുന്നത്. അതിന്റെ ബാലൻസ് ഫ്ലക്ച്വേറ്റ് ചെയ്യും. പക്ഷേ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ക്യാപിറ്റൽ അക്കൗണ്ട് ഫിക്സഡ് ആയിരിക്കും, അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ ചെയ്യുന്നത് കറണ്ട് അക്കൗണ്ടിലായിരിക്കും. അപ്പോൾ അത് ഓരോ മെത്തേഡ് ഫോളോ ചെയ്യുന്ന മെത്തേഡ് അനുസരിച്ചിരിക്കും. അപ്പോൾ കറണ്ട് അക്കൗണ്ട് ഉള്ള പ്രോബ്ലം ആണെങ്കിൽ, അഥവാ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡാണ് അവർ ഫോളോ ചെയ്യുന്നതെങ്കിൽ അവിടെ കറണ്ട് അക്കൗണ്ട് ഉണ്ടാവും, പാർട്ട്നേഴ്സിന് കറണ്ട് അക്കൗണ്ട് ഉണ്ടാവും. അപ്പോൾ കറണ്ട് അക്കൗണ്ടിനെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം അതിന്റെ ബാലൻസിനെ. സോ കറണ്ട് അക്കൗണ്ട് ഓഫ് പാർട്ട്നേഴ്സ് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇവിടെ ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിലാണ് കേട്ടോ. ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട്. ഇനി ഫോർ അക്യുമുലേറ്റഡ് ലോസസ് ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്സ്. നമ്മൾ നേരത്തെ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് പറഞ്ഞു. ഇനി അക്യുമുലേറ്റഡ് ലോസ് ആണെങ്കിലോ അതിനെ ഡെബിറ്റ് ചെയ്യുന്നു. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ടു അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസസ്. ലോസ് ആവുമ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നു. ദെൻ ഫോർ ക്യാഷ് ബോട്ട് ഇൻ ബൈ എ പാർട്ട്ണർ. ഇനി അവസാനം നമ്മൾ പറഞ്ഞു ക്യാപിറ്റൽ ചിലപ്പോൾ ബിസിനസ്സിലേക്ക് ക്യാഷ് പാർട്ട്ണർ ഇങ്ങോട്ടേക്ക് ക്യാഷ് കൊണ്ടുവരേണ്ടി വരും, അതല്ലെങ്കിൽ പാർട്ട്ണർക്ക് അങ്ങോട്ടേക്ക് ക്യാഷ് കൊടുക്കേണ്ടി വരും. അപ്പൊ ക്യാഷ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഹിസ് അക്കൗണ്ട് ഈസ് ഇൻ ഡെബിറ്റ് ബാലൻസ്. ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. ഇനി ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ, അതായത് ക്യാഷ് പെയ്ഡ് ഓഫ് ടു എ പാർട്ട്ണർ, പാർട്ട്ണർക്ക് അങ്ങോട്ടേക്കാണ് ക്യാഷ് കൊടുക്കേണ്ടുന്നത് എങ്കിൽ ജേണൽ എൻട്രി പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്.
അപ്പോൾ ഇത് ഇത്രയും എൻട്രീസ് നമ്മൾ ചെയ്യുന്നതോട് കൂടിയിട്ട് എല്ലാ അക്കൗണ്ട്സും ക്ലോസ്ഡ് ആവും. നമ്മൾ ഇതുവരെ പ്രിപ്പയർ ചെയ്ത എല്ലാ അക്കൗണ്ട്സും ക്ലോസ്ഡ് ആവും. സോ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.